ഫ്രണ്ട് പറയണ്ടായി, ഫ്രണ്ട് റോബിന്റെ ഫ്രണ്ട് അറിയുന്നൊരു ആള് പറയണ്ടായി, അടുത്ത 5 വർഷം കഴിയുമ്പോൾ റോബിൻ എന്നൊരു പ്രതിഭാസം തന്നെ ഭയങ്കരമായിട്ടൊരു മാറ്റം കേരളത്തിൽ കൊണ്ടുവരുമെന്ന് പറഞ്ഞു. ആണോ? അത് എന്തായിരിക്കും അതൊരു സംഭവം? നിങ്ങൾ കാണുന്ന റോബിനല്ല ഇനി 5 വർഷം അല്ല, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ആക്ച്വലി സത്യം പറയാ സോഷ്യൽ മീഡിയയിൽ പെട്ടെന്ന് വന്ന ഒരാളാണ് അല്ലേ. അപ്പം അതിൽ ബിഗ് ബോസ് എന്ന് പറഞ്ഞൊരു വലിയ പ്ലാറ്റ്ഫോം വഴിയാണ് ഞാൻ വന്നത്. എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ എക്സ്ട്രീം ഞാൻ കണ്ടന്റും കാര്യങ്ങളും ലൈവായിട്ട് നിൽക്കാനെല്ലാം ശ്രമിച്ചു. പിന്നെ പെട്ടെന്ന് ഞാൻ അങ്ങ് ഡിസപ്പിയർ ആവുകയാണ് ചെയ്തത്. അപ്പം ഞാൻ ആക്ച്വലി എൻ്റെ ബ്രാൻഡ് ബിൽഡിംഗ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുക. സെൽഫായിട്ട് ബ്രാൻഡ് ബിൽഡിംഗ് ചെയ്യാണ്. ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, ആഗ്രഹങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, അതിനുവേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട്. എന്താ പറയുക, നമ്മളിതിലേക്ക് വരുമ്പോഴാണല്ലോ നമുക്ക് ഒരുപാട് ശത്രുക്കളും ഒരുപാട് പേരും നമ്മളെ പിടിച്ച് വലിച്ച് താഴെയിടാൻ വേണ്ടി ശ്രമിക്കുന്നതെന്ന് നമ്മൾ അറിയുന്നത്. പക്ഷേ അതെല്ലാം ഫേസ് ചെയ്ത് ഇപ്പം നമുക്കറിയാം എവിടെ എങ്ങനെ നിൽക്കണം, എന്താണ് കാര്യമെന്ന്. ഇപ്പം മനഃപൂർവ്വം ഞാൻ ഒരു രീതിയിൽ കോൺട്രവേഴ്സിയിൽ പെടാതെ അത്യാവശ്യം എന്താ പറയുക, സംസാരിക്കുമ്പോഴെല്ലാം നോക്കിയും കണ്ടും മാത്രമേ സംസാരിക്കാറുള്ളൂ. അപ്പം ആഗ്രഹങ്ങളുണ്ട്. ഈ പറഞ്ഞ ആരാണ് എൻ്റെ ഫ്രണ്ടെന്ന് അറിയത്തില്ല. എന്തായാലും എനിക്ക് അങ്ങനത്തെ ആഗ്രഹങ്ങളുണ്ട്. അത് വഴിയെ എന്ത് ചെയ്യും, ഓരോന്നായിട്ട് നടക്കട്ടെ. നടന്നു കഴിഞ്ഞിട്ട് അറിയുന്നില്ല ബെറ്റർ, അതായിരിക്കും നല്ലത്. ഞാനിപ്പോൾ ബിഗ് ബോസിൽ വരുന്ന പലർക്കും അറിയത്തില്ലായിരുന്നു. വന്ന് കഴിഞ്ഞതിന് ശേഷമാണ് പലരും ഞാനെന്ന് പറഞ്ഞൊരു വ്യക്തിയുണ്ടെന്ന് അറിയുന്നത്. സോ അതേപോലെ ഓരോ ആഗ്രഹങ്ങൾ നടക്കട്ടെ. ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്.